സൈഡിലേക്ക് പോകുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കാണുന്നത്. ഇവിടെ നമുക്ക് ഇറങ്ങാം. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക, തിരിച്ച് കുളിക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല. ഈ വെള്ളം കൊണ്ട് ഞാൻ എങ്ങനെ ദുബായ് വരെ പോകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കങ്ങനെ കുളിക്കാൻ പറ്റുന്ന വല്ല ബീച്ച് കൊണ്ടുവന്ന് നോക്കാം. എങ്കിൽ നമുക്ക് ഇറങ്ങാം. ബീച്ചുകളൊന്നും ഇങ്ങനെ ഷവറുകളൊന്നും കാണുന്നില്ല. അപ്പോൾ വേറെ മാർഗ്ഗമില്ല. 4 മണിയായില്ല, ഒരു കാപ്പി അടിക്കാൻ നല്ല രീതിയിൽ ഒരു കോഫി ഷോപ്പിൽ കയറി. ഒരു ബീച്ചുണ്ട്, ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നടക്കും. കാപ്പിച്ചിനോട് വെച്ചിട്ട് കടലിലേക്ക്. കാപ്പിച്ചിനൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഏകദേശം ഇവിടെ ഒരു 3:30 അപ്പോൾ നമുക്കിനി 2 മണിക്കൂർ കയ്യിലുള്ളൂ. ഇപ്പോൾ ഒരു 1/4 മണിക്കൂർ നീന്തി. ഇവിടുത്തെ 1/2 മണിക്കൂർ മതി നമുക്ക് എയർപോർട്ടിലെത്താൻ. അപ്പോൾ കംപ്ലീറ്റ് പാക്കേജ് നമ്മൾ സെഷൽസിൽ അടിച്ചു പൊളിച്ചു. സെഷൽസിലെ മാഹി ഐലൻഡ്, മാഹി എന്നാണ് ഈ ഐലൻഡിൻ്റെ പേര്. ഈ ഐലൻഡ് നമ്മൾ കംപ്ലീറ്റ് കണ്ടു. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, മൗണ്ടെയിൻ, സീസൈഡ് എല്ലാം നമ്മൾ കണ്ടു. പിന്നെ ആകെ പെൻഡിങ് ഉള്ളത് സെഷൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഐലൻഡ് ആയതുകൊണ്ട് ബീച്ച് ആക്ടിവിറ്റീസാണ്. ബീച്ചിലിറങ്ങിയില്ലെങ്കിൽ മോശമല്ലേ എന്നുള്ള ഒരൊറ്റൊരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ തപ്പി പിടിച്ച് ഇങ്ങനൊരു ബീച്ച് കണ്ടുപിടിച്ചത്. എക്സ്പെൻസീവ് ഒന്നുമല്ല, നമുക്ക് ശരി കണ്ടു കാണുമല്ലോ. ഞാൻ രാവിലെ കുളിക്കാണ്ടാണ് നേരെ ഇറങ്ങിയത് എയർപോർട്ടിൽ. അപ്പം കുളിയും നടക്കും, ഇവിടെ ബീച്ചിൽ നടക്കും, അത്യാവശ്യത്തിന് ചായയും കൂടി നടക്കും. അപ്പോൾ മൊത്തത്തിലൊരു ചായ കുടിക്കാനുള്ളൊരു പൈസ മാത്രം ചിലവ് ചെയ്തുള്ളൂ. അതിൽ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം നേടിയെടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്യാമറ എവിടെയെങ്കിലും വെച്ചിട്ട് അതാണ്. പക്ഷെ നമുക്കൊന്ന് പോയിട്ട് വരാം. എന്തെങ്കിലും ഒരു അബദ്ധവശാലെങ്ങാനും ക്യാമറ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ ക്യാമറയുടെ അവസ്ഥ ഉള്ളൂ. പിന്നെ ക്യാമറ എടുക്കാതെയാണ് ഇറങ്ങുന്നത്. അല്ലേ, ഇവിടെ ഒരു ചെയറുണ്ട്, ഞാൻ അവിടെ വയ്ക്കാം. അവിടെ നിന്നിട്ട് നമുക്ക് ഷോട്ടുകൾ നോക്കാം. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കടലിലിറങ്ങി കുളിക്കാം. ഇവിടെ അധികം ആരുമില്ല, ചെറിയൊരു ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സെഷൽസിലെ കുളി ഒന്ന് എൻജോയ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഉച്ചയായപ്പോഴേക്കും ഉറക്കത്തിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങൾ വന്നു കേട്ടോ. കാരണം ഇന്നലെ നൈറ്റ് ബോംബെയിൽ അങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ എയർപോർട്ടിലും അത്ര ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഉറക്കം. അതുകൂടാണ്ട് ഫ്ലൈറ്റിൽ കട്ടായിട്ടുള്ള ഉറക്കങ്ങളായിരുന്നു. അതുകൊണ്ട് ഉച്ചയാകുമ്പോൾ കണ്ണിങ്ങനെ പതുക്കെ കടഞ്ഞു തുടങ്ങി. ഇനി ഇന്നത്തെ നൈറ്റ് ഉറക്കും പോക്കാം. കാരണം 8 മണിക്ക് 8:30 ആവും ഇവിടെ നിന്ന് പോകുമ്പോൾ. ഇവിടെ നിന്ന് നേരെ അബുദാബിയിൽ നിന്ന് ബസ്സിൽ ദുബായ്, അവിടെ നിന്ന് വീണ്ടും ബസ്സിൽ ഫുജൈറാക്കി എത്തുമ്പോഴേക്കും ഞാനൊരു നേരമാവും. ശനിയാഴ്ച ഡ്യൂട്ടിക്ക് കയറണം. കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഷവർ കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറിയിട്ട് പതുക്കെ നീങ്ങാം. അങ്ങനെ കുളിയും ചായയുടെയും എല്ലാം കഴിഞ്ഞു, ഒന്ന് ഫ്രഷായി, നല്ല സുഖം. അപ്പോൾ ഇനി നേരെ എയർപോർട്ട് പോകുന്ന വഴിക്ക് വണ്ടിയിലൊന്ന് പെട്രോൾ അടിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ടാങ്കിൽ തന്നത്, തിരിച്ചു കൊടുക്കുമ്പോൾ ഹാഫ് ടാങ്ക് വേണം. അപ്പോൾ നമുക്ക് പെട്രോൾ അടിച്ചിട്ട് വണ്ടി അവിടെ ഇട്ടിട്ട് കീ അവിടെ കൊടുത്തിട്ട് നമുക്ക് പോകാം. ഓക്കെ, ഇനി 1 അവർ നമ്മൾ
സാധാരണ എല്ലാവരും ഇന്ത്യയെ കുറ്റം പറയാറാണ് ചെയ്യാറ്, പെട്രോളിന് വില കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്തപ്പോൾ 1 ലിറ്ററിന് ഏകദേശം 19.75, അതായത് 20 രൂപയോളം. അപ്പോൾ 20 × 5 ഏകദേശം 100-110 രൂപയോളം വരും 1 ലിറ്റർ പെട്രോളിന് ഇവിടെ ഷെസൽസിൽ. അപ്പോൾ ലോകത്തിൽ പല സ്ഥലങ്ങളിലും പല റേറ്റാണ് പെട്രോളിന്. UAE കുറവാണ്, സൗദിയിൽ കുറവാണ്, ഇന്ത്യയിൽ കൂടുതലാണ്. ഇപ്പോൾ ഷെസൽസിൽ ഇന്ത്യക്കാളും കൂടുതലാണ്. അപ്പോൾ എന്താ പറയുക, ഓരോരോ കൺട്രികളിൽ ഓരോരോ നിയമങ്ങൾ, അല്ലാതെ ഇപ്പോൾ എന്താ പറയാൻ. അപ്പോൾ ഞാൻ പെട്രോൾ അടിച്ചപ്പോൾ ഒരു 100 രൂപയ്ക്ക് ഒരു 5 ലിറ്റർ പെട്രോൾ അടിച്ചപ്പോൾ, പക്ഷേ ഹാഫ് ടാങ്ക് ആയിട്ടില്ല, ഇനി കുറച്ചും കൂടി അടിക്കണം. അപ്പോൾ ഏതായാലും എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു പെട്രോൾ പമ്പുണ്ട്, ആ പെട്രോൾ പമ്പ് നമുക്ക് അടിച്ച് കൊടുക്കണം. കണക്കുകൾ വണ്ടിയുടെ എന്താ പറയുക പരിചയമില്ലല്ലോ നമ്മൾക്ക്, എത്ര എമൗണ്ട് അടിക്കേണ്ടത്, എത്ര അടിച്ചാലാണ് ഹാഫ് ടാങ്ക് ആവുക എന്നുള്ളൊരു കണക്ക് നമുക്കറിയാത്തതുകൊണ്ട് ഒരു കറക്റ്റ് പിക്ചർ കിട്ടുന്നില്ല. അതുകൊണ്ടൊരു ആവറേജിന് 100 രൂപയ്ക്ക് അടിച്ച് വയ്ക്കുന്നത് കുഴപ്പമില്ല. നമുക്ക് അവിടെ നിന്ന് കൂടി ഫിൽ ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. അങ്ങനെ നമ്മുടെ കിയ പിക്കാൻറ്റോ എന്ന് പറഞ്ഞ വണ്ടിയിലുള്ള യാത്രകൾ അവസാനിച്ചു. എയർപോർട്ടിലെത്തി, പെട്രോളും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ലഗേജ് എടുത്തിട്ട് ഞാനിവിടെ നിന്ന് ലഗേജ് കളക്ട് ചെയ്തായിരുന്നല്ലോ, അപ്പോൾ അത് വീണ്ടും ചെക്ക് ഇൻ ചെയ്ത് കയറണം. വലിയ തിരക്കൊന്നുമില്ല. എന്താ പറയുക, നമ്മുടെ പോലത്തെയുള്ള സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങൾ അത്രയ്ക്കുള്ള സ്ട്രിക്റ്റ് ഒന്നുമല്ല. പുറത്ത് തന്നെയാണ് ചെക്ക് ഇൻ കൗണ്ടർ. എയർപോർട്ടിൻ്റെ പുറത്ത് ഓപ്പൺ ആയിട്ടാണ് ചെക്ക് ഇൻ കൗണ്ടർ. അകത്തേക്ക് കയറി അങ്ങനെയുള്ള സെറ്റപ്പൊന്നുമല്ല, ഓപ്പൺ ആയിട്ടാണ് ചെക്കിൻ്റെ. അപ്പോൾ ആ ചെക്കിങ് കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് പോവാം. അപ്പോൾ ടാറ്റ, നമ്മുടെ ഷെസൽസിൽ നമ്മളെ കറക്കിയ വണ്ടിയോട് ടാറ്റ. അപ്പോൾ പോവാം. അങ്ങനെ കണക്കൊക്കെ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. അത് ഇനി ഓട്ടാൻ ഇങ്ങോട്ട് വിഷമം വരാം. അത്ര നേരം ഷെസൽസിനെ കുറിച്ചുള്ള സെർച്ചിങ്ങിലും കാര്യങ്ങളും ഉണ്ട്, കുറേയൊക്കെ മറന്നിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ബാക്ക് ടു ഡ്യൂട്ടി റെഡി വരാൻ കുറച്ച് ദിവസം എടുക്കും. ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലഗേജൊക്കെ ഇട്ടു പോകുന്നു. എയർപോർട്ടിനുള്ളിൽ കയറി. ഒരു കുഞ്ഞ് എയർപോർട്ടാണ്, ആകെ 3 ഗേറ്റേ ഉള്ളൂ. അധികം ഫ്ലൈറ്റ്സും അധികം. അപ്പോൾ നമുക്കിനി എയർ സെഷൻസ് തന്നെയാണ് അബുദാബിക്ക്. അപ്പോൾ ഇനി അബുദാബിക്ക് പോവാം. അതിനുള്ളിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് നോക്കാം. കുഞ്ഞ് എയർപോർട്ടാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെ കാണാനുള്ള ഭംഗി അടിപൊളിയാണ്. പക്ഷേ സർവീസൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പോരാ, ഫെസിലിറ്റിയും കാര്യങ്ങളും അത്ര പോരാ. എന്നാലും ഒരു കൊച്ചു എയർപോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കുഴപ്പമില്ല. പിന്നെ എയർ ഷെസൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സർവീസൊന്നും അത്ര നല്ലതല്ല. പഴയ എയർക്രാഫ്റ്റുകളാണ്. ഞാൻ 320 ഇത്രയും പഴയൊരു എയർക്രാഫ്റ്റിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അതായത് എത്തിഹാദ് ഉപയോഗിച്ചിരുന്ന ഫ്ലൈറ്റുകൾ വാങ്ങിച്ചിട്ടാണ് അവർ എയർ ഷെസൽസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എയർക്രാഫ്റ്റൊക്കെ വളരെ പഴയതാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഫുഡും അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. അതേപോലെ അധികം ഫ്ലൈറ്റ്സും ഇല്ല അവർക്ക്. ആകെ 4 ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷനേ ഉള്ളൂ. ഒന്ന് മൗറീഷ്യസ്, ഒന്ന് മുംബൈ, ഒന്ന് അബുദാബി, പിന്നെ ഒന്ന് ജോഹാൻസ്ബർഗ്. അതാണ് ഫ്ലൈറ്റ്. എയർക്രാഫ്റ്റും 2-3 എയർക്രാഫ്റ്റേ അവർക്കുള്ളൂ വരുന്നത്. അതുകൊണ്ട് എയർ ഷെസൽസിൽ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ചെറിയ എന്തെങ്കിലും കേടുപാടുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എയറിൻ്റെ പോലെ ചെറിയൊരു ഡിലേ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. മറ്റുള്ള എല്ലാ എമിറേറ്റ്സും ഖത്തർ എയർവേസും എത്തിയാതെല്ലാം ഇവിടുന്ന് സർവീസസ് നടത്തുന്നുണ്ട്.
നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അതിൽ ചൂസ് ചെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഞാൻ കയറാത്ത എയർക്രാഫ്റ്റിൽ കയറാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ റേറ്റും ഇത്രയും റേറ്റ് കുറവ് കിട്ടിയുള്ളൂ. SSLC യാത്ര അവസാനിക്കുകയാണ്. ഇനി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറാം. അബുദാബിയിൽ നിന്ന് ദുബായിൽ നിന്ന് ഫുജറ. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ. അപ്പോൾ ഏകദേശം ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും അടുത്ത വെക്കേഷൻസിൽ നല്ലൊരു ഡെസ്റ്റിനേഷൻസ് ആയിട്ടും നമ്മുടെ UAE മറ്റു സ്ഥലങ്ങളായിട്ട് എൻ്റെ ഈ ചാനൽ ട്രാവൽമേറ്റ് എന്ന എൻ്റെ ഈ ചാനൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും സെയിം നെയിമിൽ എന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ പുതിയ അറിവുകളായിട്ടും പുതിയ കൺട്രികളുടെ കാഴ്ചകളായിട്ടും ഞാൻ പോകുന്ന രീതിയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ബൈ.